ഏത് പ്രാർത്ഥനകളും യാചനകളും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രികാലം, മൂന്നാമത്തെ രാത്രികാലം, നമുക്ക് ദൈവസഭയായിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് കടന്നു വരുവാൻ കർത്താവ് ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പൂർണ്ണമായും ഭാഗ്യമായൊക്കെ ഉപവസിക്കുന്ന ദൈവജനത്തെ എല്ലാം കർത്താവ് ബലപ്പെടട്ടെ. തുടർന്ന് നമുക്ക് ദൈവജന ശുശ്രൂഷകളുടെ സമയമാണ്. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോസ് പള്ളുകൽ അവറുകളാണ്. കഴിഞ്ഞ പകൽക്കാലവും പ്രിയ ദേവദാസനെ കർത്താവ് ശക്തമായി എടുത്തുപയോഗിച്ചു. ഈ ദൈവസഭയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ അവസ്ഥകൾ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പ്രിയ ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നിറവിൽ എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ജോസ് പള്ളുകൽ അവറുകളെ ആദരവോടെ ക്ഷണിച്ചു. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ സന്ധ്യയിൽ വീണ്ടും മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവുമായി നിങ്ങളുടെ മധ്യത്തിൽ ഒരിക്കൽ കൂടി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. വിശേഷാൽ എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ഈ സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബെവറീസ് പാസ്റ്റർ, അതിനെ ഇവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഏവർക്കും വേഗം വരാമെന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ നാമത്തുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി നമുക്ക് ചില നിമിഷങ്ങൾ സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ സ്നേഹിച്ച ദൈവം, ഇത്രത്തോളം നമ്മെ നടത്തിയ കർത്താവ്, ആമേൻ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പപ്പാ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുമ്പോൾ, അപ്പാ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവശബ്ദം ഞങ്ങൾ കേൾപ്പിക്കണമേ. ആത്മസാന്നിധ്യം ഈ ആലയത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇതിനകത്ത് ഒഴുകി തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനകത്ത് വെളിപ്പെടട്ടും. ആത്മസാന്നിധ്യം കൊണ്ട് ജനം നിറയപ്പെടട്ടെ. ആത്മശക്തിയാൽ മക്കളെ നിറയ്ക്കണം പപ്പാ. ഇന്ന് വൈകിയവേളയിലെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ദിനത്തെ അനുഗ്രഹിക്കണം, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം, ശുശ്രൂഷകളെ മാനിക്കണം. ദൈവനാമം ഞങ്ങളുടെ ജീവിതത്തെ മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൻ്റെ പൊന്നു പിതാവേ, ആമേ. കൈകളി ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ പകലത്തെ സെഷൻ മീറ്റിങ്ങിന് ശേഷം ആമേ കർത്താവിൻ്റെ ദാസൻ്റെ ഭവനത്തിൽ ആമേ വിശ്രമിക്കുവാൻ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തന്ന ദൈവം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ മോനെയൊക്കെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ആമേ. കർത്താവിൻ്റെ ആ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തട്ടെ. സ്തോത്രം ചെയ്യുന്നു. രാവിലെ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. കർത്താവിൻ്റെ ദാസനായ ലൂക്കോസ് എഴുതിയ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ തികഞ്ഞ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരോടുകൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊരു കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്, ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ദൈവാത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ ശുശ്രൂഷയിലേക്ക്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കുടുംബം 2 കുഞ്ഞുങ്ങൾ ദൈവർക്ക് ദാനം ചെയ്തു. ആ ഇളയ കുഞ്ഞ് ഹെർണിയുടെ രോഗത്താൽ ഒരു സർജറിക്ക് വേണ്ടി SAT ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ കാരക്കോണെന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് ഇങ്ങോട്ട് SATക്ക് മാറ്റി അങ്ങനെ ഡേറ്റൊക്കെ നിശ്ചയിച്ചു. സർജറിക്ക് വേണ്ടി പോകുമ്പോൾ കോമണായി ചെയ്തു വരുന്ന പോലെ പിതാവില്ലാത്തതുകൊണ്ട് വ്യാഴാഴ്ച ബുധനാഴ്ചയാണ് അഡ്മിറ്റ്. വ്യാഴാഴ്ച സർജറിയാണ്. ഞാൻ ഡയറിയിൽ ബ്ലാങ്കായിട്ട് ഇട്ടു, കാരണം അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് കൂടെ നിൽക്കണം. അതിന് വേണ്ടി സ്വന്തം ചെയ്യുന്നു.
ചെയ്യുന്നു. അപ്പോൾ ശനിയാഴ്ച പകൽ എനിക്ക് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ സാധാരണ കോമനായി പ്രാർത്ഥിക്കുന്ന പോലെ ഒരു സർജറിക്ക് വേണ്ടി പോകുന്നതല്ലേ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രയർ ചെയ്യും, സ്വതം ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങനെ ആ റൂമിനകത്തിരിക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ പാടി പ്രയർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ആ മോനെ ഒന്ന് ഫ്രണ്ടിലൊന്ന് പിടിച്ചിരുത്തണം തോന്നി. അവൻ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനൊന്ന് പിടിച്ചിരുത്തി എൻ്റെ വൈഫിനെ ഞാൻ പ്രയർ കൊടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മെസ്സേജ് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിച്ച് വീട്ടിൽ വരണം. അത്രയേ ഉള്ള പരിപാടി. പക്ഷേ ആ സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തുമ്പോൾ എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പേ ഈ കുഞ്ഞും ഈ അമ്മയും മൂത്ത കുഞ്ഞുമായി ദൈവസഭയിൽ വരുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൂടി പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ്. അവർ ആലയത്തിൽ വരുന്നതും ആലയത്തിലെ ശുശ്രൂഷകൾ പങ്കുചേരുന്നതും സ്വതം ചെയ്യുന്നു. ദൂരെ നിന്ന് അവർ വരുന്നത് കൊണ്ട് ബസ് സൗകര്യം ബുദ്ധി കുറവാണ്. ഈ കുഞ്ഞുങ്ങൾ രണ്ട് കയ്യിലിങ്ങനെ വലിച്ചുകൊണ്ട് ഓടി വരുന്നതൊക്കെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓടി ഓടി വരികയാണ്. ഈ കുഞ്ഞിനെ ഡെലിവറി ആകുന്നതിന് തലേ ഞായറാഴ്ച ഇവർ ആരാധനയെ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നപ്പോൾ സ്വതം ചെയ്യുന്നു, പെട്ടെന്ന് കർത്താവേ നീ ഇതെല്ലാം ഓർമ്മിക്കുന്ന ദൈവമാണല്ലോ. സ്വതം ചെയ്യുന്നു. വേറെ ഹെരണയൊന്നും ശാസിച്ചൊന്നുമില്ല, സ്വതം ചെയ്യുന്നു. കർത്താവേ നീ മറന്നു കളയുന്ന ദൈവമല്ല. ഞങ്ങളുടെ ചെറുതും വലുതുമായ പ്രവർത്തികളെ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നീ ഓർക്കുന്ന ദൈവമാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. സ്വതം ചെയ്യുന്നു. എൻ്റെ വൈഫ് പ്രാർത്ഥിച്ച് വേറെ ഒന്നും അസുഖത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല, ദൈവത്തിൻ്റെ ഇങ്ങനെ നന്ദി പറഞ്ഞതേ ഉള്ളൂ. സ്വതം ചെയ്യുന്നു. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച വന്നു. ഞായറാഴ്ച ഒന്നും കൂടെ പ്രാർത്ഥിച്ചു. സർജറിക്ക് പോകുന്ന കുഞ്ഞല്ലേ, അതുകൊണ്ട് സ്വതം ചെയ്യുന്നു. പക്ഷേ ബുധനാഴ്ച ഇവിടെ SAT ഹോസ്പിറ്റലിൽ സർജറിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഹെർണിയ എന്ന രോഗം ഒരു ശരീരത്തിൽ കാണാനില്ല. കരുണയ്ക്ക് വേണ്ടി ആരും പോസിറ്റീവ് ആരും പ്രാർത്ഥിച്ചില്ല, ആരും ശാസിച്ചൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. വീണ്ടും ഒന്നും കൂടി 3800 ടെസ്റ്റ് എല്ലാം എഴുതി കൊടുത്തു. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആ രോഗമേ ഇല്ല. ഞാൻ നിങ്ങളോടിത് പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞെങ്കിൽ എടാ ജോസഫ് ഞാനിവൻ്റെ ഹെർണിയെ മാറ്റാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ആ ഹെർണിയെ മാറാൻ പോകണമെന്നൊക്കെ ഒരു ദൂതൊക്കെ ഞാൻ അടിച്ചു വിടുമായിരുന്നു. സ്വതം ചെയ്യുന്നു. സ്വതം ചെയ്യുന്നു. അപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യവും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ ഇവർ ദൈവവുമായുള്ള ബന്ധത്തിൽ കാണിക്കുന്ന ആ വിശ്വസ്തതകൾ നീ ഓർക്കണമേ. ദൈവം ഓർത്തപ്പോൾ അവർ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടത് അത് ദൈവം അങ്ങെടുത്തങ്ങ് മാറ്റി. അത്രയേ ഉള്ളൂ. നാമും ദൈവവുമായുള്ള ബന്ധം എങ്ങനെയോ അവിടെയാണ് നമ്മുടെ വിടുതലിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. എൻ്റെ കയ്യിലെങ്ങാനും കർത്താവ് ഈ ഹെർണിയും ക്യാൻസറും മാറ്റേണ്ട വല്ല കിറ്റും തന്നിരുന്നെങ്കിൽ എന്തോ സംഭവമാകുമായിരുന്നു. സ്വതം ചെയ്യുന്നു. ശരി, ആൾക്കാർക്ക് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. സ്വതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനുമായൊരു ബന്ധമുണ്ടെങ്കിൽ സ്വോത്രം. ഞാൻ ഈ രാത്രി പറയാം, നിങ്ങൾ വെറുതെയല്ല ഈ പുസ്തകം പിടിച്ചിറങ്ങി തിരിച്ചത്. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ വളരെ അനുഭവത്തിൽ ഞാൻ ശുശ്രൂഷാനുഭവത്തിൽ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രിയിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവിക ബന്ധങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മുടങ്കാലം അടക്കിയിട്ട് കർത്താവേ എന്നൊന്ന് വിളിച്ചിട്ട് എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമേ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. ഇനി അടുത്തൊരു പോയിന്റ് കൂടി ഞാൻ പറയാം കുടുംബത്തോട്. അതിനുശേഷം കുറേ മാസം കഴിഞ്ഞപ്പോൾ പ്രിയ സഹോദരൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് ബൈക്കൊക്കെ ഉണ്ട്. സ്വതം ചെയ്യും നാട്ടിലേക്ക് വന്ന് അവിടെ സൺഡേ സ്കൂൾ ടീച്ചറും കൂടെയാണ്. സ്വതം ചെയ്യുന്നു. സൗഖ്യമാക്കി ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വതം ചെയ്യുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 8:55 വരുന്നവരെ 9:15 പള്ളിയിൽ കാണാനില്ല.
നടന്ന് 9 കാലമായിട്ട് സൺഡേ സ്കൂൾ 9 മണിക്ക് പഠിപ്പിക്കേണ്ടതാ, കാണാനില്ല. ഒരു ദിവസം 9:30 ഒരു ദിവസം 9:05 ഒരു ദിവസം 9:10 കണ്ടോ പിശാച് പൂട്ടുന്ന കണ്ടോ? അമ്മേ, കാരണം ഇവർ കൃത്യനിഷ്ഠതയോടെ സമയം പാലിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്കൊരു വിഷയം വന്നപ്പോൾ ദൈവം അതിന് പരിഹരിച്ചു കൊടുത്തു. അത് പിശാചിന് മനസ്സിലായപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ ആ വിശ്വസ്ത കാര്യങ്ങളെയൊക്കെ പുറകോട്ട് വലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏതൊക്കെ കാര്യത്തിൽ അവർ ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരുന്നോ അതിലൊക്കെ അവയെ അവിശ്വസ്തരാക്കി മാറ്റാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങളുടെ അനുഭവങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. സ്വതം ചെയ്യുന്നു. ഒരു ദിവസം സഭായോഗത്തിൽ എനിക്കത് പറയേണ്ടി വന്നു. ഈ ഒരു സാക്ഷ്യവും പറഞ്ഞിട്ട് ഇന്നത്തെ അവിടെ അനുഭവം കൂടെ പറയേണ്ടി വന്നു. അന്ന് അവർ അനുദപിച്ചു, കരഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. കാരണം ബൈക്കില്ലാതിരുന്നപ്പോൾ ബസ്സിലും ആട്ടിലും വന്നപ്പോൾ കൃത്യത കാണിച്ചു. പക്ഷെ സ്വന്തമായി വാഹനം കിട്ടിയപ്പോൾ വാഹനം ഓടിക്കാൻ ഹസ്ബൻഡും കൂടെ വിദേശ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് ദൈവിക സമയങ്ങൾ വിശ്വസ്ത കാണിക്കാൻ കഴിയാതെ വന്നു. ഞാൻ അത് ഓർമ്മിപ്പിച്ചു. പിന്നത്തിൽ അവർ ആ ഭാഗം ക്ലിയർ ചെയ്ത് ഇതുവരെ മുമ്പോട്ട് പോകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവിക കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക, ആത്മീയ വിഷയത്തിൽ സമ്പന്നരായിരിക്കുക. നമ്മെ വിടുവിക്കണ ദൈവദാസന്മാരല്ല, നമ്മെ അനുഗ്രഹിക്കണ ദൈവദാസന്മാരല്ല. ചെങ്കടലിന്റെ നേരെ മോശ കൈ നീട്ടിയപ്പോൾ യഹോവയുടെ ഭുജം അവന്റെ കൈവേൽ വന്നു. ഹല്ലേലൂയ. മോശയല്ല ചെങ്കടലിനെ വിഭാഗിച്ചത്, മോശയുടെ കരം നീട്ടാൻ പറഞ്ഞ് നീട്ടിയപ്പോൾ യഹോവയുടെ ഭുജം എൻ്റെ കൈ വെളിപ്പെട്ടെങ്കിൽ ഈ ശനിയാഴ്ച രാത്രി ദൈവസഭയോട് പറയാ, നീ മുട്ടുമടക്കുമ്പോ, നീ സ്തോത്രം പറയുമ്പോ, നീ വിശ്വാസ വാക്കുകൾ വിളിച്ചു പറയുമ്പോ ദൈവത്തിന്റെ മഹത്വത്തെ പ്രവർത്തിപ്പ, ദൈവത്തിന്റെ മഹത്വത്തെ ചലിപ്പിക്ക. ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തമായ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. ഏതൊക്കെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുവോ ആ വിഷയത്തിൽ നിങ്ങളെ അനുഗ്രഹ സമ്പൂർണതയിലേക്ക് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ഒരു കുറുക്ക് വിദ്യകളും ദൈവാനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നില്ല. ഹല്ലേലൂയ. ഈ പ്രമാണത്തെ അനുസരിക്കുന്നവന് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമുള്ളൂ. അത് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക. ആത്മീയ ശുശ്രൂഷകളിൽ, പ്രാർത്ഥനാ കാര്യങ്ങളിൽ, ആത്മീയ മേഖലകൾക്കകത്ത് ക്രമീകരിക്കേണ്ട മേഖല ക്രമീകരിച്ചെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിങ്ങൾ മാറാൻ പറ്റുമെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാ, ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന് അനുഭവിക്കുന്ന പ്രയാസസന്ധികൾക്കെല്ലാം ദൈവം പരിഹാരം തന്ന് നിങ്ങളുടെ മുഖത്തെ ആദരിപ്പാ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സാധാരണക്കാരായ അപ്പോസ്തലന്മാരെ ദൈവം വിളിച്ചു വേദനിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസിന് ദൈവം ഒരു ആഴമേറിയ ദൂത് കൈമാറുകയാണ്. ആ ദൂത് കൈമാറുമ്പോൾ പത്രോസിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. മനുഷ്യനെ പിടിക്കുന്നവരാക്കും. സ്വതം ചെയ്യുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ജീവനുണ്ട് കേട്ടോ. ആ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചു പറയാ, ഇന്ന് വരെ എന്നെ കൊണ്ടുവന്ന പ്രവചനങ്ങളല്ല, ഇതിലെ ഓരോ വചനങ്ങളാണ്. സ്വതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തെ നടത്തിയ മുഴുവൻ ഇതിൻ്റെ വചനങ്ങളാണ്. സ്വതം ചെയ്യുന്നു. അതുകൊണ്ട് ഈ വചനം ഒരു വ്യക്തിക്ക് ഇതിനു മുമ്പിൽ കീഴ്പ്പെടാൻ പറ്റുമെങ്കിൽ, അനുസരിക്കാൻ പറ്റുമെങ്കിൽ, ഈ വചനം എന്ത് പറയുന്നുവോ അതുപോലെ ഈ വചനം നിങ്ങളെ നടത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ വചനം ദൈവശ്വാസ്യമാണ്, ഇത് ജീവനുള്ളതാണ്, ഇത് ചൈതന്യമുള്ളതാണ്, നമ്മെ നടത്താൻ കഴിവുള്ളതാണ്. ഹല്ലേലൂയ. പ്രവചനങ്ങൾ മാറിപ്പോകോ, ദർശനങ്ങളൊക്കെ ഒക്കാതെ പോകോ, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ വചനപ്രകാരം ജീവിക്കുവാൻ മനസ്സുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച കുറേ കരഞ്ഞ് ഞാൻ ദൈവസന്നിധിയിരുന്ന്, ഞാൻ വീട്ടിൽ ബൈബിൾ വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പോയി. ഞാൻ രാവിലെ വാക്ക് ഉച്ചരിച്ചു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവ്. എനിക്ക് അന്നത്തേക്കുള്ള
ആഹാരം അതായിരുന്നു. ശോധം ചെയ്യുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാ. എന്നോട് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ദൈവം സംസാരിക്കാറുണ്ട്. ശോധം ചെയ്യുന്നു. ആമേ അത് പിന്നെ കുറേ ആണ്ടെന്നെ അങ്ങ് നടത്തുക വചനം. ശോധം ചെയ്യുന്നു. ആമേ ഞാൻ ആ വചനത്തെ ധ്യാനിക്കാൻ തുടങ്ങി. കുറേ നേരം ഇരുന്ന് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നല്ലവനെന്ന് ആമേ രുചിച്ചറിഞ്ഞിട്ടും മതി വരുന്നില്ല. എത്ര രുചിച്ചാലും ആമേ ടേസ്റ്റ് മാറത്തില്ല. എത്ര രുചിച്ചാലും കൊതി തീരത്തില്ല. എത്ര രുചിച്ചാലും അതിന് തുല്യമായി മറ്റൊന്നില്ല, അതിന് ഒപ്പം വയ്ക്കാൻ മറ്റൊന്നില്ല. അത്ര ടേസ്റ്റായി എൻ്റെ യേശു. ഹല്ലേലൂയ. അത്ര മഹത്വമായി എൻ്റെ കർത്താവ്. അതിനെ അനുഭവിച്ചറിയുന്ന മക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജന. ഞാൻ നിങ്ങളോട് പറയാ, ഈ വരും ദിവസങ്ങളിൽ ആ കർത്താവിനെ നല്ലവണ്ണം ഒന്ന് ആമേ രുചിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവൻ നയിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഒരു ദൈവദാസി ഒരനുഭവം എന്ന് പറയുന്നത്, ഏകദേശം നമുക്ക് വിവാഹം കഴിഞ്ഞ് 8 വർഷമായി അവർക്ക് തലമുറകളില്ല. മെഡിക്കൽ ശാസ്ത്രം അവിടെ പറഞ്ഞത് ആമേ നിങ്ങൾക്ക് തലമുറ ജനിക്കത്തില്ല. ആമേ സ്വതം ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനും നിങ്ങളുടെ വൈഫിലും കാണുന്നില്ല, ഹസ്ബൻഡിലും കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവരെ മടക്കി വിടുമ്പോൾ, അവരെ ഒരു ഷീറ്റ് എടുത്ത് വിരിച്ച് അവർ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത വാക്ക് ഇങ്ങനെയാണ്, യഹോവ നല്ലവൻ രുചിച്ചറിവീൻ. ഹല്ലേലൂയ. ആമേ സ്വതം ചെയ്യുന്നു. ആമേ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ബോട്ടിൽ പഞ്ചസാരയുണ്ട്, ഷുഗറുണ്ട്. ആ പഞ്ചസാര നമ്മൾ സാധാരണ പഞ്ചസാര എന്ന് പറയാറുള്ളൂ. പക്ഷേ ആ പഞ്ചസാര രുചിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വതം ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഈ വർഷങ്ങളായ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. യേശുവിനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു പഴഞ്ചൊല്ല് പോലെയൊക്കെ ആയി പോകുന്നൊരു സംശയമുണ്ട്. ഞാൻ പറയാ, ആ ഒരു ഡപ്പയ്ക്കകത്ത് ഇരിക്കുന്നിടത്തോളം കാലം അത് ഷുഗറെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റും, പഞ്ചസാരയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതില്ലാത്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതില്ലാത്ത ജീവിതം, ഇപ്പം പിന്നെ ഡയബറ്റീസ് രോഗികളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് അതില്ലാതെ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേ. പക്ഷേ ആമേ ഷുഗർ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയാലും യേശു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത്ര ടേസ്റ്റാ യേശു. ഹല്ലേലൂയ. ഈ വരും ദിവസങ്ങളിൽ ആ കർത്താവിനെ അങ്ങനെ രുചിച്ചറിയുവാൻ, അങ്ങനെ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ രാത്രിയിൽ ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. സ്വതം ചെയ്യുന്നു. കർത്താവ് നല്ല ദൈവമാണ്. ആമേ. പത്രോസിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്, പത്രോസേ, ഹല്ലേലൂയ, ആമേ, സ്വതം ചെയ്യുന്നു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കടിച്ചപ്പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായി വചനം പറയും. സ്വതം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, സിമ്പിളായി കേൾക്കുന്ന വചനമാണ് നമ്മെ പണിതെടുക്കുന്നത്. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇന്നേ വരെ പത്രോസിൻ്റെ വലയ്ക്കകത്ത് ഒരു മനുഷ്യനും കയറിയിട്ടുമില്ല. സ്വതം ചെയ്യുന്നു. പത്രോസിന് അത് ദൂത് കിട്ടിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. ആമേ. പക്ഷേ എൻ്റെ കർത്താവ് ആ ദൂത് സാധാരണ കാരനായ മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, ആമേ, കർത്താവ് അവനെ ഒരു ശൂന്യതയിലേക്ക് നടത്താൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയാ, ചിലപ്പോൾ ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നത് എന്തിനെന്നറിയാമോ? വലിയ വാഗ്ദത്തത്തിൻ്റെ നിറവിലേക്ക് നമ്മെ കരം പിടിച്ച് ഉയർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. പത്രോസ് പടകിൻ്റെ വലത്തുഭാഗത്തൊക്കെ വലവീശി മീനൊക്കെ പിടിച്ച് കയറ്റുമ്പോഴത്തേന് കർത്താവ് പറഞ്ഞു, മോനെ, ആമ, ഇത് കണ്ടോ, ഇതുപോലെ നിനക്കിത് എണ്ണാൻ പറ്റുമോ? ഇല്ല അപ്പോൾ എണ്ണാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് മനുഷ്യനത്ത് കിടക്കിയ ഇതുപോലെ നിന്റെ ശുശ്രൂഷയിൽ നീ ഇനി മനുഷ്യനെ പിടിച്ച് കയറ്റാൻ പോയി. ഹല്ലേലൂയ. അന്നാണ് പത്രോസിന് മനസ്സിലായത്. ആമേ. സ്വതം ചെയ്യുന്ന കർത്താവ് പറഞ്ഞ ദൂതിൻ്റെ വ്യാഖ്യാനം എന്തെന്ന്. കുറേ കാലം കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് 2000-3000 പേർ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒറ്റ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തി
വെളിപ്പെടുന്ന പത്രോസ് കണ്ടു. ഞാൻ സഭയോട് പറയാ, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു വാക്കായിരിക്കുക, വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വചനശക്തി ആയിരിക്കുക, നിങ്ങൾക്ക് വിശ്വസിച്ച് വരിയിറക്കാൻ പറ്റുമെങ്കിൽ 100 നന്മകളെ കൊണ്ടുവരുക ആ പാട്ടിന്റെ വരികൾക്ക് കഴിയും. ഹല്ലേലൂയ. ആ വനത്തിന് കഴിയും. കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, അങ്ങനെയുള്ള ചില പാട്ടിന്റെ വരികളും വചനങ്ങളൊക്കെയാണ് നമ്മെ ഇതുവരെ ജീവിപ്പിച്ചെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ ആ വനത്തിന്റെ ശക്തികൾ വലിയ അത്ഭുതങ്ങളെ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കുടുംബജീവിതത്തിനകത്ത്, നമ്മുടെ തലമുറയ്ക്കകത്ത് സൃഷ്ടിക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകി വീഴുന്ന അപ്പോസ്തലന്മാരോട് കർത്താവ് പറയുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തി കേട്ടുകേൾവി മാത്രമുള്ള അപ്പോസ്തലന്മാർ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് സെഹിയോൻ മാളിക മുറിക്കകത്ത് 120 പേർ ഇരുന്ന് ദൈവശക്തിയാകുന്ന വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അന്ന് അവര് സ്തോത്രം ചെയ്യുന്നു. അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ നിറങ്ങി അവർ പുറത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. ഈ രണ്ട് പേരായി പല ഗ്രാമങ്ങളിൽ, പല ദേശങ്ങളിൽ അവർ ചുറ്റി നടക്കാൻ തുടങ്ങി. പത്രോസ് യോഹന്നാനും കൂടി സുമ്മരം എന്ന ദേവാലയത്തിന്റെ അടുക്കിലൂടെ നടന്നു പോവുകയാണ്. അവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. നീണ്ട 40 വർഷങ്ങളായി, 40 വയസ്സ് ആ മനുഷ്യന് പ്രായമുണ്ട്. 40 വർഷങ്ങളായി സുമ്മരം എന്ന ദേവാലയത്തിന്റെ പടിക്കൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറിച്ച് ദിവസം പഠിപ്പിക്കുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യൻ. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നമുക്കറിയാം തലമുറകൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരു തലമുറ വൈകല്യമുള്ളതായി ജനിച്ചു കഴിഞ്ഞവരുടെ വിപത്ത് നമുക്കറിയാം. ആ കുടുംബത്തിനകത്ത് തീരാ ദുഃഖമായി ഒരു തലമുറ ജനിച്ചു വരുന്നു. അവൻ വൈകല്യമുള്ളവനാണ്, ഞരയാണി ഉറയ്ക്കാത്തവനാണ്, ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്തൊരു തലമുറ ജനിച്ചു വരികയാണ്. നോക്കണമേ, ദേശം വഴി ഒറ്റപ്പെട്ടു, സമൂഹത്ത് ഒറ്റപ്പെട്ടു, ഈ തലമുറ തെരുവിൽ ഇറക്കപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ ആരുമില്ലാതെ നീണ്ട 40 വർഷം സുമ്മരം എന്ന ആലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ഭിക്ഷയാചിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ നടക്കാത്തൊരു ദൈവപ്രവൃത്തിയുമായി പത്രോസ് യോഹന്നാനും കടന്നു വരികയാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നിനക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവർ കൈ കൊടുക്കുമ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ പ്രാപിച്ച ദൈവശക്തി ആ മനുഷ്യനെ സൗഖ്യമാക്കിയെങ്കിൽ ഞാൻ ദൈവസഭയോട് പറയുക, ഇവിടെ വ്യാപരിക്കണ ദൈവകൃപ ചെറുതല്ല, ഇവിടെ വ്യാപരിക പരിശുദ്ധാത്മ ചെറുതല്ല. ഇന്ന് രാത്രിനകത്ത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില ശരീരങ്ങൾക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത്, കുടുംബ ജീവിതങ്ങൾക്കകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെടുമ്പോൾ നാളുകൾ കൊണ്ട് തകർന്നു കിടക്കുന്ന, ഉടഞ്ഞു കിടക്കുന്ന മേഖലകളെ പരിശുദ്ധമ പണിയാൻ പോവുകയാണ്. തകർന്ന മണ്ഡലങ്ങളെ പരിശുദ്ധമ പണിയാൻ പോവുകയാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിഷയങ്ങളുടെ മടുവിൽ ദൈവപ്രവൃത്തിയുടെ വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. പൈശാചിക വ്യാപാരങ്ങൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. ദുരാത്മ മണ്ഡലങ്ങൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. വനത്തിന് മുമ്പിൽ സാത്താൻ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ ആത്മചൈതന്യ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ വിടുതലുകൾ ഈ അകത്തളങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ. രാധാ രബദന ശബ്ദര ദിഗമനഗദന ഉടബലവ ഷൗഠിരജനാദി അംധര ദിഗൽക്കന വൈഷമനാദി. ദൈവ സാന്നിധ്യം വ്യാപരിക്കും, ദൈവ സാന്നിധ്യം വ്യാപരിക്കും, ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ മുമ്പിൽ അഴിയാത്ത ഒരു ബന്ധനമില്ല. ഇവിടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന് മുമ്പിൽ മാറിപ്പോകാത്ത രോഗങ്ങളില്ല. ഇവിടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന് മുമ്പിൽ ഉടയാത്ത താമര കഥകളില്ല. ഇന്ന് രാത്രിയിലോ ആത്മാവിന്റെ വിടുതലുകൾ, പരിശുദ്ധാത്മാവിന്റെ വിടുതൽ
വിടുതലുകൾ ഇതിന്റെ അകത്തലങ്ങൾ ചലിക്കപ്പെടട്ടെ. ചില അന്യാരാധന മണ്ഡലങ്ങൾ ഈ രാത്രികാലം അഴിഞ്ഞു നീങ്ങട്ടെ. ആത്മാവിന്റെ നിയോഗം പ്രവചനം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ പൈശാചിക സ്വാധീനതകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. ധീരാരാധക രഗദന വൈഷം ധരവന ധിഗദന ഉടവാരഗദന വൈഷം ധരബല ഭൗഡവനേരി അബ്ധര ജഗദന ധിരവന വൈഷ രഗദന ഹദുന ബലവശം ധേരവരേരി അബ്ധുര ജഗജാരവന ശമന അബ്ധര ജഗദന ധിരവന വൈഷി. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നു. ആത്മാവിന്റെ നിയോഗങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെടുന്നു. വന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. വന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ധസ്ഥ വിടിവിക്കപ്പെടട്ടെ. വന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൈശാചിക ശക്തികൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. വന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോട്ടകൾ തകർക്കപ്പെടട്ടെ. വന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ദൂരാരബദലവ ശംധരാധികാരഗദന ഉടബലവ ഷൗഢവൽക്കന രംധരാധിഗദന വഴി അബ്ധര ജഗദല വൈഷമനാദി ഹദരധികംധര ജഗദൽക്കന ഭീമനബലഭ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഞാനിവിടെ പറയട്ടെ, ഈ വേദി എന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. സ്വാതം ചെയ്യുന്നു. ഇന്നലെ ഞാൻ കണ്ടു, ഇന്നും കാണും. ഹല്ലേലൂയ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. സ്വാതം ചെയ്യുന്ന കാരണം പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നുവോ അവിടെ ബന്ധനങ്ങൾക്ക് സ്ഥാനമില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നലെ കോവള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ചർച്ചയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ സിമ്പിളായെന്ന് വനം പറഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു കുടുംബജീവിതത്തെ തകർത്തൊരു ഭൂതം അവിടെ വെളിപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബത്തിനകത്ത് ഒരു സഹോദരി ഇറങ്ങി ഓടുന്നത് കണ്ടു. കൈവശം പറ്റിയതുകൊണ്ട് ആരും തല കൈവച്ചിട്ടൊന്നുമല്ല. സ്തോത്രം ചെയ്യുന്നു. വചനം പറയുമ്പോൾ ഇന്നലെ ഞാൻ ദൈവസനെ പറയും, ഇന്നലെ നടന്ന കാര്യം ഞാൻ പറയുന്നത്. ഇന്നലെയും അവൻ അത്ഭുതം ചെയ്യും, ഇന്നും അവൻ അത്ഭുതം ചെയ്യും, നാളെയും അത്ഭുതം ചെയ്യും. ഒരു പാസം പറഞ്ഞ് തലയാക്കി പിടിച്ച് കുലുക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ബന്ധനം അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടെ വെളിപ്പെടുമോ അവിടെയൊക്കെ അസാധാരണ ദൈവശക്തി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവശക്തി പറയാ, ഇന്ന് ഇവിടെയും യേശുവിനെ ഉയർത്തുമ്പോൾ രോഗബന്ധനങ്ങൾക്ക് ശരിതിരിക്കാൻ പറ്റത്തില്ല. പൈശാചിക ബന്ധനങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പിൽ എരികോ പോലെ ഉയർന്നു നിൽക്കുന്ന അന്യാരാധന മണ്ഡലങ്ങൾ ഈ രാത്രിയും അഴിയപ്പെടുവാന് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ തല കൈവച്ചില്ലെങ്കിൽ, ഒരു ദൈവദാസൻ തലയിൽ വെച്ച് ദൂത് പറഞ്ഞില്ലെങ്കിൽ, കുഞ്ഞ് ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന യേശു ഇന്ന് രാത്രിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവനൊരു കാര്യം അസാധ്യമല്ല, അവന് കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ ഏത് തകർന്ന വിഷയത്തിന് പരിഹാരം തരാ. നിന്റെ ഏത് ഉടഞ്ഞ വിഷയത്തിന് പരിഹാരം തരാ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം, നിന്നെ വിടിവിക്കുന്ന യേശുവിന്റെ കരം. അപ്പ ഇന്ന് രാത്രിയിൽ ഈ ഹോളിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. 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 ഇവര് സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ. ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് സാത്താന്റെ കോട്ടകൾ പൊളിയട്ടെ. കുടുംബ ജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതകൾ ഇല്ലാതെയാക്കുന്ന, സമാധാനത്തെ ഇല്ലാതെയാക്കുന്ന, അന്തരീക്ഷങ്ങളെ മാറ്റിമറിക്കുന്ന സാധാന്യ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞ് മാറട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ ദൈവ പ്രവൃത്തിനകത്തുണ്ടാകട്ടെ. സുമ്മരമെന്ന ദേവാലയത്തിൽ ഇരിക്കുന്ന മനുഷ്യന്റെ ഞരാണികൾ ഉറപ്പിക്കാൻ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വിടുതൽ കർത്താവേ, ഇന്ന് രാത്രിയിൽ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്ന അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന ദൈവം ഇന്ന് രാത്രിനകത്തുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും പോരുകൾ, അസമാധാനങ്ങൾ, രോഗബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് മാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ട് അഴിയട്ടെ. കുടുംബ ജീവിതങ്ങളെ വിട്ട് അഴിയട്ടെ. തലമുറകളെ വിട്ട് അഴിയട്ടെ. വാഴ്ചകളെ വിട്ട് അഴിഞ്ഞു മാറട്ടെ. ദൈവ മഹത്വം ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്തളങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ.
ദൈവകൃപ വെളിപ്പെടും, 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 ദൈവകൃപ വെളിപ്പെടും. ഉടവനവ ശംഭൽക്കവന ധിരബലബലഭ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, നമ്മെ വിടുതൽ നടക്കട്ടെ, രോഗബന്ധനം അഴിയട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഓരാബാല ശംഭനാദിന. ഇപ്പോൾ ദൈവകരം വെച്ച് പിടിപ്പിക്കണമേ, ദൈവകരം വെച്ച് പിടിപ്പിക്കണമേ, ദൈവകരം വെച്ച് പിടിപ്പിക്കണമേ, ദൈവകരം വെച്ച് പിടിപ്പിക്കണമേ. ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് വാദിച്ചു നിൽക്കുന്ന അന്യായ ബന്ധനങ്ങൾ ഈ രാത്രി രകത്തിനി ദബക്കന വൈഷമന രാംധര ദീപക്കമന ഇന്നും ഇന്നും എന്നേക്കും ഹല്ലേലൂയ. ആമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ ഇതിന്റെ അകത്തളങ്ങൾ ചലിക്കപ്പെടട്ടെ. ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഈ രാത്രി ഉടഞ്ഞു നീങ്ങട്ടെ. ധിരബലബലഭ ശൗഢാനബലബലഭ. ദൈവ സാന്നിധ്യം ഇറങ്ങണം ബാബാ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ദാവീദിനൊരു വലിയ അബദ്ധം സംഭവിച്ചു. അദ്ദേഹം ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കർത്താവേ, എൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടാലും കൊട്ടാരം നഷ്ടപ്പെട്ടാൽ ചെങ്കോലും അധികാരവും നഷ്ടപ്പെട്ടാൽ നിന്റെ ആത്മാവിന് എന്നെ എടുത്ത് കളയരുത്. അവൻ നിന്റെ ആത്മാവ് എൻ്റെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ അടുത്ത് വരും. മനസ്സിലാകുന്നവർക്കായി സ്വതം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അധികാരവും വരും, ചെങ്കോലും വരും, കൊട്ടാരവും വരും. അതുകൊണ്ട് മനസ്സിലാക്കിയ ദാവീദ് പറയുന്നുണ്ട്, അത് മാത്രം എടുത്തു കളയരുത്. അതെൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ എല്ലാം പിടിച്ചെടുക്കും. മനസ്സിലാകുന്നവർക്കായി സ്വതം. കുഞ്ഞ് പ്രാർത്ഥന ജീവിതമുണ്ടെങ്കിൽ, അഭിഷേക ജീവിതമുണ്ടെങ്കിൽ എന്ത് ഇല്ലയോ അതിനെ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും, അതിനെ പ്രാപിക്കാൻ പറ്റും. പക്ഷെ ദൈവിക പ്രാർത്ഥനാ ജീവിതവും ആത്മനിറവുമില്ലെങ്കിൽ ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. അവ ശൂന്യനായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവകൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ആമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം പെട്ടെന്ന് ഓടിച്ച് വായിച്ചു തരണം. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് എന്നെ ഒത്തിരി കരയിപ്പിച്ചൊരു വാഹമാണത്. സ്വതം ചെയ്യുന്നു. ഒന്ന് പെട്ടെന്ന് വായിച്ചു. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. ആമേ. ഒരു ദിവസം എന്നെ ഒത്തിരി കരയിപ്പിച്ചൊരു ഭാഗമാണിത്. സ്വതം ചെയ്യുന്നു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. സ്വതം ചെയ്യുന്നു. ഇസ്രായേലും പെലിസ്ത്യരും തമ്മിൽ യുദ്ധങ്ങൾ വളരെയാണ്. സ്വതം ചെയ്യുന്നു. അധികമാണ്. പക്ഷേ ഇസ്രായേലിനോട് ബന്ധത്തിനകത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ പലത്തും യുദ്ധത്തിന്റെ പരാജയങ്ങളും അണത്തറിയുന്ന കാലഘട്ടത്തിൽ ദൈവം ശക്തിയോടെ ഉപയോഗിച്ച ഒരു ഭക്തനായിരുന്നു ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ ഞാൻ ദാവീദിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ല നിൽക്കുന്നത്. സ്വതം ചെയ്യുന്നു. കൂടുതൽ എനിക്ക് ലേഖനങ്ങൾ ശുശ്രൂഷിക്കാൻ ഒത്തിരി താല്പര്യം കൂടുതൽ. സ്വതം ചെയ്യുന്നു. പക്ഷേ എന്നെ ഒത്തിരി കരയിപ്പിച്ചൊരു ഭാഗനകത്ത് കിടക്കുന്നതുകൊണ്ട് തൊട്ട് വയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് ഗുണം ചെയ്യും. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. ദാവീദ് ഒരിടത്ത് പോലും തളർന്നുപോയ ചരിത്രമില്ല. കാരണം എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞു പോകുന്നവനാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടിക്കിടക്കും. പെലിസ്ത്യൻ്റെ അപ്പൂപ്പൻ വന്നിട്ട് വെല്ലുവിളിക്കുന്ന സമയത്തൊക്കെ ദാവീദ് പറയുന്നുണ്ട്, എടാ എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ തരും. സ്വതം ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദമൊക്കെ പറഞ്ഞ് യുദ്ധമുഖത്ത് വന്ന് ഭയങ്കര ഇസ്രായേൽ 2ാമത്തെ രാജാവായി അങ്ങനെ നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു ആത്മീയമായ വീഴ്ച സംഭവിക്കുക മാത്രമല്ല, ഞാൻ ആ പുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് ദാവീദ് വന്ന പല പരാജയങ്ങളിലും ദാവീദിനെ നാഥാനെ പോലുള്ള ചില പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞയച്ച് ദാവീദിനൊക്കെ തട്ടി ഉണർത്തിക്കൊണ്ട് വന്ന ഭാഗങ്ങളൊക്കെ നമുക്കെല്ലാം നല്ലവണ്ണം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ സംഭവം നടക്കുകയാണ്. സ്വതന്ത്രം ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാം, ഈ വേദപുസ്തകവും പിടിച്ചിറങ്ങി തിരിച്ച ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു വലിയ അധംപതനം ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ വായിക്കുന്ന ഭാഗത്ത് കിടപ്പുണ്ട്. അവിടെ വായിക്കുന്നത്, ഫെലിസ്ത്യരോട് പടയേൽക്കുന്ന ദാവീദ്
തളർന്നു പോയെന്ന്. ഹല്ലേലൂയ. ഞാൻ കൂപ്പുകൈയോടെ ഒരു സുവിശേഷകനായതുകൊണ്ട് ഈ സഭയെ ഫേസ് ചെയ്ത് ഞാൻ പറയാം, ഒരിക്കൽ പോലും ആത്മീയ പോർക്കളത്തിൽ ഒരു വിശ്വാസിയും ഒരു ശുശ്രൂഷകനും തളരാൻ പാടില്ല. തളർന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മുടെ കേരളക്കരയിൽ ദൈവം അതുപോലെ ഉപയോഗിച്ചൊരു പ്രവാചകി ആമേൻ സ്വതം ചെയ്യുന്നു. കർത്താവ് ഒരു മകള് ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. സ്വതം ചെയ്യുന്നു. ഒരിക്കൽ പോലും ആരോഗ്യക്കുറവുണ്ടായിട്ടല്ല, ഇപ്പോഴും ശോഭിക്കേണ്ട കാലഘട്ടത്തിൽ പിശാചിന്റെ കയ്യിൽ അമർത്തപ്പെട്ട് കിടക്കാൻ ഞാൻ ഇന്നലെ കണ്ടു. സ്വതം ചെയ്യുന്നു. ഞാൻ സഭയോട് പറയാം, ഒരിക്കൽ പോലും വീഴരുത്, ഒരിക്കൽ പോലും തളരരുത്. ഒത്തിരി വീര്യപ്രവൃത്തി ചെയ്തില്ലേലും, ഒത്തിരി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേലും, ഈ ശരീരത്തിൻ്റെ വിളക്കാകുന്ന കണ്ണടയുന്നത് വരെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് നിത്യതയ്ക്കകത്ത് പോകാൻ ഒരുങ്ങിക്കൊള്ളണം. ഒത്തിരി ആത്മാക്കളെ നേടിയില്ലെങ്കിലും, ഒത്തിരി കൂട്ടസ്നാനം നടത്തിയില്ലേലും, ഒത്തിരി അടയാളം പ്രവർത്തിച്ചില്ലേലും നമ്മുടെ ജീവനെങ്കിലും നേടിക്കൊള്ളണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്റ്റേജിനെ ഇളക്കിയും പറിക്കാനൊക്കെ ഞാനൊക്കെ 10-29 വർഷമായി, ഒരു പാടുമില്ല. ആമേ, ഒരു 10 തോഴ്സ് പഠിച്ചാൽ മതി, 1 മണിക്കൂർ തീയാവും. സ്തോത്രം ചെയ്യുന്നു. അതിനൊന്നും ഒരു പാടുമില്ല. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാത്രി ഞാൻ സഭയോ, നിങ്ങൾക്ക് ഒത്തിരി ശുശ്രൂഷ അനുഭവിക്കുന്നവരാ, അത് വലിയ പാടൊന്നുമില്ല കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ആമേ, നെറ്റിലൊക്കെ നോക്കി 10 തോഴ്സ് പഠിച്ചാൽ മതി. സ്തോത്രം ചെയ്യുന്നു. 1 മണിക്കൂർ നിങ്ങൾ സ്പ്രിങ്ങിൽ നിന്ന് ജമ്പ് ചെയ്യും. സ്തോത്രം ചെയ്യുന്നു. അതിനൊന്നും വലിയ പഞ്ചമുള്ള കാലഘട്ടവുമല്ല. ശുശ്രൂഷയ്ക്ക് നല്ല പരിചയം എനിക്കുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, അതൊക്കെ പൂട്ടിക്കെട്ടേണ്ട സമയമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, താഴ്മയോടെ ഇരുന്ന് ദൈവം നിന്നോട് എന്താണ് സംസാരിക്കുന്നത്, ഞാൻ ഇവിടെ അനുഭവത്തോടെ പറയാ, പ്രസംഗത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ ജീവിതത്തില്ലാത്തതൊന്നും പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കനുസരിക്കാൻ പറ്റാത്തതും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും നിങ്ങൾ തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. അതിന് പൊറോട്ടയാണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും നിങ്ങൾക്കും അത് ആവശ്യമില്ലെന്ന് പറ. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, അമ്മ എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്, എൻ്റെ പ്രാർത്ഥനാ മുറി എന്നെ പണിയുന്നത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്താൽ അതിന് അന്തസ്സുണ്ട് കേട്ടോ, അത് നിലനിൽക്കും കേട്ടോ. അതാണ് ബ്ലെസ്സിംഗ്. അവിടെയാണ് ദൈവകൃപ ഇറങ്ങുന്നത്, അവിടെയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവനാമം നമ്മിൽ മഹിമപ്പെടുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പെലിസ്ത്യനോട് പടയേറ്റപ്പോൾ ആയുധധാരിയായ ദാവീദ് വളരെ അഭിഷേകത്തോടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ചരിത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും യുദ്ധ ഉപകരണങ്ങളും, ഏത് ശക്തിയെ ജയിക്കണമെങ്കിൽ ഏത് ആയുധം ഉപയോഗിക്കണമെന്നൊക്കെ നല്ല മനപ്പാഠം അറിയാമെന്ന് ദാവീദ് തളർന്നു കിടക്കുന്നു. ഇന്ന് അനേകര് ഒരു കാലത്ത് ആത്മാവിൽ പോരാടിയവർ, ആത്മാവിൽ പ്രാർത്ഥിച്ചവർ, ദർശനങ്ങൾ കണ്ടവർ, വെളിപ്പാടുകൾ കണ്ടവർ, ആത്മാക്കളെ നേടിയവർ, ആരാധനകൾക്ക് പ്രാധാന്യം കൊടുത്തവർ ഇന്ന് എവിടെയൊക്കെയോ തളർന്നു കിടക്കുന്നു. മനസാക്ഷിയോട് ചോദിക്കാൻ വേണ്ടിയാണ് ഇന്ന് ശുശ്രൂഷിക്കുന്നത്. മനസാക്ഷിയോട് ചോദിക്കണം, ആത്മീയ മുന്നേറ്റമാണോ നമുക്കുള്ളത്? ആത്മീയ ക്ഷീണം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മളൊന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇത് നിത്യതയ്ക്കുള്ള പ്രയാണമാണ്. ഈ ഓട്ടക്കളത്തിൽ ഒരിടത്തും തളരരുത്. എന്നെയും നിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ശത്രു ഒരിടത്തും പറയരുത്. ശത്രു ഒരിടത്തും പറയരുത്. ശത്രു ഒരിടത്തും പറയരുത്. ഞാൻ കഴിഞ്ഞ ദിവസം 21 ദിവസം ഉപവസിക്കുന്നൊരു സമയത്ത് ഒരു മനുഷ്യനെ കൊണ്ട് തുടലിൽ കെട്ടിക്കൊണ്ടിട്ട് പോയി. ആർക്കും വേണ്ട അവനെ. അങ്ങനെ അവൻ എവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17ാമത്തെ ദിവസം എന്തോ തോന്നുന്നു, ഭയങ്കര കോലാഹലമുണ്ടാക്കി. അടുത്ത രാത്രിയിൽ നിലവിളിക്കുകയാണ്. ആ ശബ്ദം ഇങ്ങനെയാണ്, ഇങ്ങോട്ടാരും വരരുതേ, ഇങ്ങോട്ടാരും വരരുതേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം പിശാച് ഇങ്ങനെ പറയുന്നത്. ആമേ, സ്തോത്രം ചെയ്യുന്നു. വേറെ പല വാക്കുകളൊക്കെ സാത്താൻ ഉപയോഗിക്കുന്നത്.
പക്ഷേ എന്നെ ഒത്തിരി ഞെട്ടിപ്പിച്ച് ഞങ്ങളുടെ സഭയും വിറച്ചുപോയി അന്ന്. ഇങ്ങോട്ടാരും വരരുതേ എന്ന് പറഞ്ഞ് ആത്മീയ ശുശ്രൂഷ പോർക്കളത്തിൽ നിന്ന് പോരാടി ഒരു ദൈവ മനുഷ്യൻ താൽക്കാലിക ഒരു പാപം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, ബാക്കിയൊന്നും ഞാൻ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യത്തില്ല, സ്വതം ചെയ്യുന്നു, നിങ്ങൾക്ക് മനസ്സിലായ രീതി മാത്രം ഞാൻ പറഞ്ഞു വിടാം, മീഡിയൊക്കെ ഉള്ളതുകൊണ്ട് സ്വതം ചെയ്യുന്നു. ആത്മീയ ശുശ്രൂഷകത്ത് പോരാടി ഒരു മനുഷ്യൻ ചെറിയൊരു പാപം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ താൻ പാപം ചെയ്തു. പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെ പിടിച്ചു. തിരുനെല്ലിവേലി എന്ന് പറയുന്ന തമിഴ്നാട് ഒരു പട്ടണത്തിൽ ടവറിൻ്റെ കോൺട്രാക്ട് വർക്ക് ചെയ്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ തന്നെ സഭയിൽ ശുശ്രൂഷകൾക്ക് മേൽനോട്ടം കൊടുക്കുന്ന ഒരു ദൈവ മനുഷ്യൻ. ആമേ സ്വതന്ത്ര വെള്ള വസ്ത്രം, വെള്ള ഉടുപ്പിട്ട്, വെള്ള മുണ്ടുടുത്ത്, ആമേ ക്ലീൻ ഷേവ് ചെയ്ത് നല്ല മാന്യനായി ദൈവത്തിൽ വരുന്നൊരു മനുഷ്യൻ. പക്ഷെ തനിക്ക് ആത്മീയ ക്ഷീണം സംഭവിച്ചു. ഈ വിഷയം വന്നുകൊണ്ടെന്ന് ചേർത്ത് പറയാം. ആമേൻ. അത് പാപം തൻ്റെ ദേഹത്ത് കയറിയപ്പോഴാണ്. ടവറിൻ്റെ മുകളിൽ നിന്ന് തന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, പാപത്തിന് പിന്നെ പിശാചാണ് കേട്ടോ, പാപം ഒരിക്കലും കർത്താവ് ചെയ്യിപ്പിക്കത്തില്ലല്ലോ. തന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച പിശാച് തന്നെ ആ ടവറിൽ താഴേക്ക് തള്ളിയിട്ട് ആ മനുഷ്യൻ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ഭയങ്കരമായ ശുശ്രൂഷ മാർത്താണ്ഡത്തിൽ കൃപാസനം ചർച്ചിൽ വെച്ച് നടന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടന്നു. ആമേ സ്വതം ചെയ്യുന്നു. പക്ഷേ ആമേ സ്വതം ചെയ്യുന്നു. അദ്ദേഹത്തെ ദേവദാസന്മാരെല്ലാം പല 100 സാക്ഷ്യങ്ങൾ പറഞ്ഞു, നല്ല അടക്ക ശുശ്രൂഷ ചെയ്തു. ആ മനുഷ്യൻ പോയി. പക്ഷേ തന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ദുരാത്മാവ് ആ ദേശത്ത് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. നമ്മുടെ കടം, നമ്മുടെ പ്രമാണം അനുസരിച്ച് ഒരു വിശുദ്ധൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പർദീസയിൽ പോകും, സ്വതം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രമാണം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാവ് യാതന സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ. സത്യമാണ്. ഞാനൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാതൊക്കെ പ്രസംഗിക്കുമായിരുന്നു, സ്വതം ചെയ്യുന്നു. പക്ഷേ ഈ അനുഭവം ഞങ്ങളുടെ സഭയിൽ നടന്നപ്പോൾ ഒത്തിരി കരയാൻ സംഭവിച്ചു. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അശുദ്ധാത്മാവ് ഒരു മകൻ്റെ മേൽ കയറി അവൻ്റെ അകത്തറി, അവനാണ് തുടങ്ങി കിടക്കുന്നത്, സ്വതം ചെയ്യുന്നു. ഈ അശുദ്ധാത്മാവ് അർദ്ധരാത്രി ഇളകി പറയുകയാണ്, ഇങ്ങോട്ടാരും വരരുത്. ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാളും കൊള്ളാം നല്ല സൂക്ഷിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷെ മരിച്ചപ്പോൾ പോയ സ്ഥലം യാതന സ്ഥലം. അന്നാണ് ഈ ധനവാനെക്കുറിച്ച് ലാസനെക്കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാതൽ മനസ്സിലായത്. ലാസം മരിച്ചു, അബ്രഹാം പിതാവിൻ്റെ മടിയിൽ പോയി. ധനവാൻ മരിച്ച് യാതനാ സ്ഥലത്ത് പോയി. അതിന് സെൻട്രൽ പാസ് ആയാലും, അത് പ്രസിഡന്റ് ആണെങ്കിലും, എന്നെ പോലെ ലോക്കൽ പാസ് ആണെങ്കിലും, വിശുദ്ധിയോടെ മരിച്ചില്ലെങ്കിൽ പോകുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം. ഇത് ആരോ പറഞ്ഞ് കഥ കേട്ട് പ്രസംഗിക്കുന്നതല്ല. ഇന്ത്യ പെന്തക്കോസ്ത് സഭ മേക്കോട് സഭയിൽ ഞങ്ങളുടെ സഭയ്ക്കൊക്കെ തന്നെ സംഭവമാണെന്ന് കൂടെ പറയുന്നത്. അന്ന് ആ ദുരാത്മാവ് അവനെ വിട്ട് മാറിപ്പോയി. പക്ഷെ ഇന്നും അത് മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്ക് പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കർത്താവേ കർത്താവേ വിളിക്കുന്ന ഏവനുമെല്ലാം എന്റെ നാമത്തെ ഭൂതങ്ങളെ പുറത്താക്കിയാലും, പ്രവചിച്ചാലും, രോഗികളെ സൗഖ്യമാക്കിയാലും, എത്ര അത്ഭുതങ്ങൾ ചെയ്താലോ ആമേ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല ഒരു ശബ്ദം കേൾക്കാൻ ഇടവരരുത്. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്വതം ചെയ്യുന്നു. മക്കളെ, ഒരു വിശുദ്ധനെന്നും ഒരു വിശ്വാസി എന്നും സ്റ്റേജിനെയും ഓഡിയൻസിനെയും പെർഫോം ചെയ്ത പോരാ. നിന്നെ നന്നായി അറിയുന്ന അപ്പന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ കറതീർന്ന വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ആമെ കൈവിടപ്പെട്ടു പോകുമെന്ന ഒരു സുവിശേഷകനായതുകൊണ്ട് എന്നോടും നിങ്ങളോടുമായി ഞാൻ പ്രവചിച്ചു പറയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് മനുഷ്യരെ കാണാനല്ല വിശ്വാസ ജീവിതവും വിശുദ്ധ ജീവിതവും. അഗ്നി ജോലക്കത്തെ കണ്ണുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അതിപരിശുദ്ധ വിശ്വാസി നയിപ്പ സർവശക്തൻ നമുക്ക് ദിവസങ്ങൾ കൃപ തരുമാറാകട്ടെ. ആമേൻ. ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അതിനെക്കാട്ട് നല്ല തോറ്റുപോയി എന്ന് പറയാം. തളർന്നുപോയി, തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. അടുത്ത വാക്ക് വായിക്കാന്. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കെൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കി കെട്ടിയവനുമായി റാഫ മക്കളിൽ ഇഷ്ബി ബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു.
ഒരുവൻ ആത്മീയത്തിൽ ക്ഷീണിക്കുമ്പോൾ മറ്റൊരുത്തം മറുഭാഗത്ത് ശക്തിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, ദാവീദ് യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തവനെ തളർന്നു വീണ് കിടക്കുമ്പോൾ ഇതാ 300 ശേക്കെൽ തൂക്കമുള്ള സ്വതം ചെയ്യുന്ന താമരശൂലം, അതായത് ബ്രാസ് കൊണ്ടുള്ള, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ പിത്തള എന്നൊക്കെ പറയും, ബ്രാസ് കൊണ്ടുള്ള ആയുധം ധാരിയായി 300 ശേക്ക് എന്ന് പറഞ്ഞാൽ 3.25 കിലോ. ഹല്ലേലൂയ. 3.42 3.25 കിലോ വെയിറ്റുള്ള താമരശൂലം, ബ്രാസ് കൊണ്ടുള്ള ഒരു ആയുധം പിടിച്ചുകൊണ്ട്, പുതിയ വാൾ അരക്കി കെട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ ദാവീദിന് നേരെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ സമയത്താണ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് പടയോട് തോറ്റുകിടക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാലത്ത് എന്റെ ദൈവം നിന്റെ ഏൽപ്പിക്കുന്നു യുദ്ധം ചെയ്തവൻ, ഒരു കാലത്ത് നിന്നാ ഞാൻ പടക്കുന്നത് പാഞ്ചല്യു, എന്റെ ദൈവത്തെ ഞാൻ മതി ചാടിക്കിടക്കുമെന്ന് പറഞ്ഞവൻ ശത്രുവിനെ നിൽക്കാൻ കഴിവില്ലാത്തവനായി, പോരാടാൻ കഴിവില്ലാത്തവനായി, യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തവനായി എവിടെയൊക്കെ തളർന്നു കിടക്കുമ്പോ ഞാൻ ദൈവസഭയോട് പറയാ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളോട് എതിർത്ത് നിന്ന ശക്തിയോട് ഈ കാലഘട്ടത്തിൽ നിനക്ക് പോരാടാൻ കഴിയുമെങ്കിൽ നിന്നെ പോലെ ഭാഗ്യവാൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് പ്രാർത്ഥന? എങ്ങനെയുണ്ട് വിശ്വാസ ജീവിതം? എങ്ങനെയുണ്ട് ഫൈറ്റിങ്ങിന് നടുവിൽ നമ്മുടെ വിശ്വാസം? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിളിച്ചു പറഞ്ഞ വിശ്വാസ വാക്യ കാലം വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന ഈ കാലഘട്ടം ഉണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ട ആരാധന ജീവിതത്തുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ട ദൈവന ധ്യാനം നമ്മുടെ ജീവിതത്തുണ്ടോ? ഒറ്റയ്ക്കിരുന്നുള്ള കണ്ണീരും പ്രാർത്ഥന നിന്റെ വീട്ടിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഒരു ഫിലിസ്തീനെ കൊണ്ടും പറ്റില്ല. ഹല്ലേലൂയ. ഒരു കാലത്ത് ജയം മാത്രം പറഞ്ഞവർ, ഒരു കാലത്ത് ജയത്തിന്റെ പാട്ട് മാത്രം പാടിയവർ, ഒരു കാലത്ത് ജയത്തിന്റെ ധ്വനി മുഴക്കിയവർ ഇന്ന് എവിടെയൊക്കെയോ സ്വതം വല്ല കയ്പുള്ള പേരും കയറിയിട്ട് അതിനെ മലിനപ്പെട്ടിട്ട് ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വരില്ല, ആരാധിക്കുന്ന ആരാധന വരത്തില്ല, വനം ധ്യാനിക്കുമെന്ന മറ്റു പല ചിന്തകളിലേക്ക് നമ്മെ കുഴപ്പിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ദേശങ്ങളെ പിടിമുറുക്കിയിരിക്കുമ്പോ ഞാൻ പ്രാർത്ഥിക്കുന്ന സഭയോട് രാത്രിയിൽ ഒരു ദൂത് അഡ്വാൻസ് ആയിട്ട് കൈമാറാ, സൂക്ഷിച്ച് നോക്കണം. ഹല്ലേലൂയ. നാം പോകുന്ന ചെറിയ ഭാഗമല്ല, നാം പോകുന്ന വലിയ ദുരന്തങ്ങളിലേക്കാണ്. കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് സ്വതം ചെയ്യുന്നു. ലോകം അതിന്റെ ലോകമോഹങ്ങളിലേക്ക് ഇടിഞ്ഞിറങ്ങുമ്പോ അതിനോട് എതിർത്ത് നിൽക്കാ, പാപത്തോട് പോരാടാ, ലോകത്തോട് പോരാടാ, ലോകമോഹത്തോട് പോരാടാ, കൺമോഹത്തോട് പോരാടാ, ജീവിതത്തിന്റെ പ്രതാപത്തോട് പോരാടാ, പാപശക്തിയോട് വെല്ലുവിളിച്ച് ആത്മാവ് യുദ്ധം ചെയ്യുക, ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച യുദ്ധസേവ ചെയ്യുന്ന നല്ല യുദ്ധസേവ ചെയ്യുന്ന നല്ല ജയമായി ദൈവം നമ്മെ ദിവസങ്ങൾ മാറ്റട്ടെ. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലേ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ധീര പടയാളിയായി പോർക്കളമേടുകളിൽ തോറ്റുപോകാതെ മരിക്കുന്നത് വരെ യുദ്ധം ചെയ്തുകൊണ്ട്, മരിക്കുന്നത് വരെ സാത്താനോട് പോരാടിക്കൊണ്ട്, മരിക്കുന്നത് വരെ ജഡത്തോട് പോരാടിക്കൊണ്ട്, മരിക്കുന്നത് വരെ പാപശക്തിയോട് പോരാടിക്കൊണ്ട് ഒരു വിജയകരமான ജീവിതം നയിക്കുക. സർവശക്തൻ നമ്മുടെ മേൽ അവന്റെ അഭിഷേകത്തെ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 300 ശേക്കെൽ തൂക്കമുള്ള താമ്രശൂലം പിടിച്ചുകൊണ്ട്, പുതിയ വാൾ അടക്കി കെട്ടിക്കൊണ്ട് ഇതാ ബെനോനി എന്ന് പറഞ്ഞ മനുഷ്യൻ കയറി വരികയാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടോ. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി, അവന് തുണയായി വന്നു. ദാവീദ് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവനായി, യുദ്ധത്തിൽ ആയുധധാരിയായി മാറാതെ യുദ്ധം ചെയ്യാൻ വന്നവനെ കീഴ്പ്പെടുത്തുന്ന ദാവീദ് കുഴഞ്ഞു കിടക്കുമ്പോൾ ദൈവം അബീശായി എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. യുദ്ധം ദൈവത്തിൻ്റെതാണ്, ഇസ്രായേലിന്റെ ജയം ദൈവത്തിൻ്റെ വകയാണ്. അത് ദാവീദ് പോയ മറ്റൊരു കർത്താവ് കൊണ്ടുവരും, ഒരു ജോസ് പോയ മറ്റൊരു ജോസിനെ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനും നിങ്ങളൊന്നും കർത്താവിന് സ്ഥലം ഒന്നുമല്ല, പക്ഷെ വിശുദ്ധിയോടെ നിന്നാൽ
നമുക്ക് അവസാനം വരെ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടുന്നവരായിരിക്കണം. അഭിഷായി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു. നിങ്ങളപ്പോൾ ചിന്തിച്ചോണം, ഈ ഡ്യൂട്ടി ചെയ്യേണ്ടത് ആരായിരുന്നു? ഇസ്രായേലിൻ്റെ പടം നയിക്കുന്ന കമാൻഡറാണ്. കമാൻഡർ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം മറ്റൊരുവിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അവൻ്റെ പേരാണ് അഭിഷായി. അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്ത വാക്കാണ് സഹിക്കാൻ പറ്റാത്ത വാക്ക്. ഒന്ന് വായിച്ചു. അഭിഷായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു, കൊന്നുകളഞ്ഞു. അടുത്തത്. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നോക്കണമേ, ഒരു കമാൻഡറോട് സാധാ പട്ടളക്കാർ പറയുകയാണ്, ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ദാവീദില്ലെങ്കിൽ യുദ്ധമില്ല. സ്വതം ചെയ്യുന്നു. ദാവീദില്ലെങ്കിൽ യുദ്ധമില്ല. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം ജയം കൊടുത്തു. യുദ്ധം പോലും ചെയ്യണ്ട. ദാവീദ് ചെന്നിടത്തൊക്കെയും ജയമാ. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ ആ വീട് ജയമാ. സ്വതം ചെയ്യുന്നു. ഒരു വീട്ടിനകത്ത് ആത്മീയ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഒരു വീട്ടിനകത്ത് ആരാധന അന്തരീക്ഷമുണ്ടെങ്കിൽ, ആ വീട് താഴോട്ടല്ല, ആ വീട് മേലോട്ട് തന്നെ വരും. നിന്റെ സമാധാനം വർദ്ധിക്കും, നിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതിന് വിപരീതമായാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവസന്നിധിയിൽ മനസ്സാന്തരപ്പെട്ട് മുഴങ്കാലമടക്ക്. നഷ്ടപ്പെട്ട പ്രാർത്ഥനയിലേക്ക് നീ മടങ്ങി വാ. അഭിഷേകത്തിലേക്ക് മടങ്ങി വാ. ദൈവകൃപയിലേക്ക് മടങ്ങുക. നിന്റെ ഭവനം ദേശത്ത് വളരാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് അഭിവൃദ്ധി വരാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ കരുതലുകളൊക്കെ വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി കർത്താവിനോട് കൂടെയുള്ള ബന്ധമായി എന്നെ നിന്നെ വളർത്തിക്കൊണ്ടു പോകുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലോ എത്ര ആയുധങ്ങൾ നിനക്ക് നേരെ വന്നാലോ ആയുധങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എഫേസ്യ ലേഖനം ഇത് മറിക്കരുത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് എഫേസ്യ സഭയിൽ ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് യേശുവിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ കുന്തം കാണത്തില്ല, നമ്മുടെ കയ്യിൽ വാള് കാണത്തില്ല, നമ്മുടെ കയ്യിൽ ശിരസ്ത്രം കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന മുറിയിൽ നിന്റെ മേൽ പകർന്ന അഭിഷേകമുണ്ടെങ്കിൽ, പ്രാർത്ഥന മുറിയിൽ നിന്റെ മേൽ പകർന്ന ദൈവകൃപയുണ്ടെങ്കിൽ, ആ ദൈവകൃപയുടെ മുമ്പേ അതാ പൗലോസിനോട് കർത്താവ്, മോനെ എന്റെ കൃപ നിനക്ക് മതി. ഏത് പ്രതിസന്ധികളെയോ നീ ജയിച്ച് മടങ്ങി വരൂ. ഏത് പോരാട്ടങ്ങളെയോ നീ ജയിച്ച് മടങ്ങി വരൂ. ഏത് വെല്ലുവിളികളെയോ നീ ജയിച്ച് മടങ്ങി വരൂ. അതിന് എന്റെ കൃപ മാത്രം നിനക്ക് മതി. ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാകണം. ദൈവസ്ഥാനം അനുഭവിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകണം. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ശെരൂയയുടെ മകനായ അഭിഷായി അവന് പുതുണയായി വന്നു, പെലിസ്ത്യനെ വന്ന് വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ ദാവീദിനോട്, നീ ഇസ്രായേലിൻ്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയും ഇസ്രായേലിൻ്റെ ദീപങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വില അറിഞ്ഞില്ല. സ്വതം ചെയ്യുന്നു. നമ്മൾ ആരെന്നറിയാമോ? നമ്മൾ ഓരോ ദീപങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ നിന്റെ പുരയ്ക്കകത്ത് നീ ഒരു ദീപമായി പ്രകാശിക്കും.
ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു ഇരുട്ടിന്റെ പ്രവർത്തികൾക്കും നിങ്ങളുടെ ഭവനത്തെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരു വ്യക്തിയെ പോലും ഇരുട്ടിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. ഒരു ഇരുട്ടിന്റെ ശക്തിക്ക് നിന്റെ കുടുംബത്തെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ തന്നെ ചില ഇരുട്ടിന്റെ കരങ്ങൾ കുടുംബങ്ങൾക്കെതിരെ, കുടുംബജീവിതങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, നിന്റെ നന്മകൾക്കെതിരെ ശീറി പാഞ്ഞു വരുന്ന ആ ഇരുട്ടിന്റെ കരങ്ങളെ വെളിപ്പാട് കണ്ടുകൊണ്ട് വെട്ടി മാറ്റുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയിൽ നടക്കട്ടെ. നിന്റെ നന്മകളെ പിടിച്ചെടുക്കാൻ നോക്കുന്ന, വ്യക്തിത്വങ്ങളെ പിടിച്ചെടുക്കാൻ നോക്കുന്ന, ദൈവപ്രവൃത്തിയുടെ മഹത്വത്തെ പിഴുതെടുക്കാൻ നോക്കുന്ന പിശാചിന്റെ പ്രവൃത്തി അടിയിട്ട് ഉടബന ഹദലവ ശംധര ദികൽക്കരാധന ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി പറ, ദൈവമേ, ആമ നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ, ആമ ദൈവത്തിന്റെ പ്രാവീര്യം, ദൈവത്തിന്റെ പ്രാവീര്യം, ദൈവത്തിന്റെ പ്രാവീര്യം, ആമ ഞാൻ ദൂത് പറയുമ്പോൾ ആത്മാവിന്റെ വെളിപ്പാട് കാണുന്നുണ്ട്. ചില ഇരുട്ടിന്റെ കരങ്ങൾ ചില വ്യക്തികൾക്ക് നേരെ, ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് നേരെ പ്രബലപ്പെട്ടു വരുന്ന ചില കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയാതെ നിനക്ക് വിരുദ്ധമായി കയറി വരുന്ന ആ ഇരുട്ടിന്റെ കരങ്ങൾ, നിനക്ക് വിരുദ്ധമായി കയറി വരുന്ന ആ പ്രതികൂലത്തിന്റെ കരങ്ങൾ സ്വർഗം വെട്ടിമാറ്റാൻ പോകുക, സ്വർഗം വെട്ടിമാറ്റാൻ പോകുക. ദൈവകൃപ, 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 ദൈവകൃപ. സ്വസ്ഥത ഇല്ലാതെയാക്കുന്ന, സന്തോഷത ഇല്ലാതെയാക്കുന്ന, സമാധാനത്തെ ഇല്ലാതെയാക്കുന്ന, വ്യക്തിത്വങ്ങളെ ഉടച്ചു കളയുന്ന ദുഷ്ട പിശാച് സ്ഥാപിക്കപ്പെട്ടവരെ ഒഴിഞ്ഞു മാറും. ആമേ. ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഉറക്കം പോലെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കുടുംബങ്ങളുടെ സ്വസ്ഥത ഇല്ലാതെയാക്കുന്ന, ചില വ്യക്തികളെ ഉറക്കത്തെ കെടുത്തി കളയുന്ന, ചില അസ്വസ്ഥതകളെ കടത്തിവിട്ട് വീപ്പി പോലും കയറ്റിവിട്ട് രോഗിയാക്കി നിന്റെ സ്വസ്ഥത ഇല്ലാതെയാക്കുന്ന, നിന്റെ സമാധാനത്തെ അന്തരീക്ഷത ഇല്ലാതെയാക്കുന്ന ചില പൈശാചിക മേഖലകളെ സ്വർഗം ഇന്ന് രാത്രി വേരോടെ പിഴുതെറിയാൻ പോകുക. ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ മഹത്വമുള്ള കരം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇതിനകത്ത് ചലിക്കപ്പെടട്ടെ. ദൈവകൃപ, 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 ദൈവകൃപ. ആ കരത്തെ കാണ്, ആ കരത്തെ കാണ്, ആ കരത്തെ തിരിച്ചറിയോ. നിന്നെ തകർക്കാൻ നോക്കുന്ന കരത്തെ അറിയോ, നിന്റെ നന്മയെ തകർക്കുന്ന കരത്തെ തിരിച്ചറിയോ, നിന്റെ വാക്തത്വങ്ങൾ നിന്നെ പിരിച്ചു മാറ്റുന്ന ആ കരത്തെ തിരിച്ചറിയോ, നിന്റെ സന്തോഷത്തെ കെടുത്തി കളയുന്ന ആ കരത്തെ തിരിച്ചറിയോ, നിനക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ വേണം നിന്റെ ആത്മീയ ജീവിതത്തോട് പോരാടുന്ന ആ ദുഷ്ടഭുജത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിക്കാലം ഒരു വിടുതൽ വെളിപ്പെടുക, കുടുംബങ്ങൾക്കകത്ത് വിടുതൽ വെളിപ്പെടുക, സഭയ്ക്കകത്ത് വിടുതൽ വെളിപ്പെടുക. ജയമോ ദൈവത്തിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രികാലം ഒരു വിടുതൽ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ. ദൈവകൃപ, 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 ദൈവകൃപ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ആമേ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ജയം വെളിപ്പെടുക, ജയം വെളിപ്പെടുക. അഭിഷേകം പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. ആമേ. നഷ്ടപ്പെട്ട ദൈവകൃപ പ്രാപിക്കട്ടെ, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ ദിനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരു ഭ്രാന്തിയെ പോലെ മാനസിക വൈബ്രേഷൻ കൊണ്ടിട്ട്, മാനസിക ടെൻഡൻസി കൊണ്ടിട്ട് നിന്റെ മൈൻഡിനെ തെറ്റിക്കുന്ന, നിന്റെ ബുദ്ധിയെ തെറ്റിക്കുന്ന ദുരാത്മ മണ്ഡലത്തെ സ്വർഗം വെട്ടാൻ പോകുക, സ്വർഗം വെട്ടാൻ പോകുക, സ്വർഗം വെട്ടി മാറ്റുക. ദൈവമേ, മാനസിക അവസ്ഥ പോലും ആമെ കണ്ടോട് തെറ്റിച്ച് കളയുന്ന ഭാഷ നിന്നെ പലപ്പോഴും വയലന്റ് ആക്കി, നിന്റെ നീ സമാധാനത്തോട് സംസാരിച്ചാൽ ആമെ നിന്നെ വയലന്റ് ആക്കി, നിന്റെ നാവുകളെ നിയന്ത്രിക്കുന്ന എല്ലാ സാത്താന്റെ പദ്ധതികൾ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ചില ആദരങ്ങള്, ചില നാവുകള് പിശാച് ആയുധമാക്കി ഉപയോഗിച്ച് അതിനാ ചില പ്രതിസന്ധികൾ വരുത്തി കുടുംബത്തേക്ക് കലക്കം കൊണ്ടുവരുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ ഈ രാജ്യം അഴിയട്ടെ.
ദൈവകൃപ 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 ഓ രബദന ഹദലബ വശബ രബരബലബ ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മുടെ നാവുകൾ അവൻ്റെ ആയുധമാകരുത്, നമ്മുടെ ഹൃദയം അവൻ്റെ ആയുധമാകരുത്, നമ്മുടെ മനസ്സ് അവൻ്റെ ആയുധമാകരുത്. അങ്ങനെ മലിനതകൾ നമ്മൾ കയറരുത്, മലിനതകൾ നമ്മളെ പിടിമുറിക്കരുത്. ഹല്ലേലൂയ. നമ്മളെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ തകർക്കാനുള്ള ദൈവശക്തിയായി നമ്മളിത് പരിണമിക്കട്ടെ. ഹോറ ബൗഷറ ദിഗൽഖരാധന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും നടച്ചാട്ട. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദാവീദിനോട് ദാവീദിനോട് കൂടെ ജനം പറയുകയാണ്, നീ മേലാൽ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോരരുത്. ഇസ്രായേലിന്റെ ദീപത്തെ നീയായിട്ട് കെടുത്തരുത്. വിവിധ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ അറിയത്തിരിച്ച ദൈവത്തിൻ്റെ പൈതലേ, എവിടെയെങ്കിലും എൻ്റെ വാക്ക് നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തം, എൻ്റെ ഇടപെടലിലൂടെ കർത്താവിൻ്റെ ദീപം അണഞ്ഞിട്ടുണ്ടോ? ഒന്ന് പുനഃപരിശോധിച്ച് നോക്കാമോ? ഹല്ലേലൂയ. 10 കന്യകമാരെ കുറിച്ച് മത്തായിയിൽ പഠിക്കുമ്പോൾ 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്, എണ്ണയുണ്ട്, തീ എല്ലാം ഉണ്ട്. പക്ഷെ 5 വിളക്കിൽ എണ്ണ തീർന്നത് അറിഞ്ഞില്ല. കത്തിച്ച് നോക്കി 5 കെട്ടുപോയി. 10 പേര് കന്യകമാരാ, 10 പേര് ഒരുങ്ങി കാത്തിരുന്നവരാ. 5 പേര് കത്തിക്കാൻ നോക്കി, പക്ഷെ കത്തുന്നില്ല, അണഞ്ഞുപോയി, എന്നേക്കുമായി അണഞ്ഞുപോയി. കർത്താവിതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടി ഇറങ്ങി വരുമ്പോൾ ഈ കന്യകമാരുടെ ഗതി നമുക്കാവരുത്, ഈ കന്യകമാരുടെ അവസ്ഥ നമ്മുടെ അകത്താകരുത്. പക്ഷെ നമ്മൾ ചിന്തിക്കും, എണ്ണയുണ്ട്, തിരിയുണ്ട്, വിളക്കുണ്ടല്ലോ, കത്തിക്കാൻ സമയം കത്തുമെന്ന്. പക്ഷെ 5 കത്തിയില്ല. ദാവീദിൻ്റെ ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വാക്കുണ്ട്, നീ മേലാൽ യുദ്ധത്തിനെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരരുത്. ദാവീദേ, യുദ്ധത്തിലൂടെ അല്ലേ നീ രാജാവായത്? യുദ്ധം ജയിച്ചല്ലേ നീ രാജാവായത്? യുദ്ധം ചെയ്തല്ലേ നിനക്ക് ചെങ്കോല് കിട്ടിയത്, അധികാരം കിട്ടി, സിംഹാസനം കിട്ടി, കൊട്ടാരം കിട്ടി, എല്ലാം നന്മയും നിനക്ക് തന്നില്ലേ ദൈവം? വെറും ഒരു ആട്ടിടയനായി പുൽപ്പുറത്ത് കടന്നപ്പോൾ ദൈവം എന്നെ തെരഞ്ഞെടുത്തില്ലേ? നിന്റെ സ്ഥിതി മാറ്റി, നിന്റെ ഉടുപ്പ് മാറ്റി, നിന്റെ വാസന മാറ്റി, നിന്റെ വാഹനം മാറ്റി, നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തി നിന്നെ ഇത്രത്തോളം ഇസ്രായേലിന്റെ മണി ഉയർത്തി വച്ചപ്പോൾ ഇപ്പൊ എന്നെ പറ്റി മോനെ നിനക്ക്? മറന്നു കളയരുത്. ഞാനിന്ന് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ, ചായ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടിയതായി ഈ കരം കൊണ്ട്. പക്ഷെ ഇന്ന് ദൈവം എല്ലാം തന്നു. ഇന്ന് വേണ്ട വേണ്ട, അമ്മോൻ കോരി കോരി വയ്ക്കുന്നു. ഞാൻ പറയും, മക്കളെ വേണ്ടടാ, വേണ്ട. ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ബാല്യകാലമാ. അമ്മയെ വല്ലം പറയണമേ, എനിക്ക് വല്ലം എനിക്ക് സഹിക്കാൻ വയ്യ. ഹല്ലേലൂയ. എച്ചില് പോലും കിട്ടാത്തൊരു കാലഘട്ടം. ഈ സ്റ്റേജ് വരെയൊക്കെ ദൈവം കൊണ്ടെത്തിച്ചത് ദീപത്തെ കെടുത്താനല്ല. ദൈവം എന്നെ നിന്നെ ഉയർത്തിയത് വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രാകൃതനാകാനല്ല. കഴിഞ്ഞ കാലം എന്തായിരുന്നു അതിൻ്റെ അപ്പുറമായി നീ മാറണം. കഴിഞ്ഞ കാലത്തെ നിന്റെ പ്രാർത്ഥന പോരാ ഈ കാലഘട്ടം നിൽക്കാൻ. കഴിഞ്ഞ കാലത്ത് വിശുദ്ധി പോരാ ഈ കാലഘട്ടത്തിൽ പോരാടാനും.
കഴിഞ്ഞ കാലത്ത് പലരും നിൽക്കാൻ പറ്റും, പക്ഷെ ഇനി അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. ഇത് കാലം വളരെ മോശമായി. കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തപ്പോ മനുഷ്യൻ സ്വസ്നേഹികളും വമ്പുകളും ദ്രവ്യാഗ്രഹികളും സ്വന്തം അമ്മയപ്പന്മാരെ സ്നേഹിക്കാത്തവനും വമ്പ് പറയുന്നവനും ദൂഷകന്മാരുമായി ഹല്ലേലൂയ മനുഷ്യന് ഗതികെട്ട് കിടക്കുമ്പോ ഞാൻ ദൈവസഭയോട് സുവിശേഷകരോട് പറയാ, നീ ഒരിക്കലും പിന്മാറി പോകരുതേ. നിന്റെ വിളക്കണകരുത്. കൊട്ടാരം തന്ന ദൈവമാ. ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തന്ന തമ്പുരാനാ. പക്ഷെ ദാവീദേ എന്ത് പറ്റി? തളർന്നുപോയല്ലോ. ആ സമയത്ത് മറ്റൊരു അഭിഷേകം ഉപയോഗിച്ചു. ഹല്ലേലൂയ. 10 കന്യകമാരുടെ ഗതിയും അതാ. 10 പേരും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ മണവാളം വന്നു. 5 പേർ എടുക്കപ്പെട്ടു, 5 പേർ കൈവിടപ്പെട്ടു. ഇന്ന് സഭയോട് ഞാൻ പറയാം, കൈവിടപ്പെടുന്ന കൂട്ടത്തിലല്ല, കൈവിടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയോടെ പറയാൻ പറ്റും, കർത്താവിൻ്റെ വരവ് ഞാൻ കൈവിടപ്പെടുകയില്ല? ധൈര്യത്തോടെ നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്നത്, ഞാൻ പ്രാഗൽഭ്യത്തോടെ ജീവിക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് ഈ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നിട്ടില്ലെങ്കിലോ ഞാൻ അപ്പനോടുകൂടെ വിശ്രമിക്കുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ആ കരങ്ങളെ തട്ടി അല്പസമയം സ്വത്രം പറഞ്ഞാട്ട് ആ പ്രത്യാശയുള്ളവര് മാത്രം സ്വത്രം പറ. ഇന്ന് രാത്രി ഈ പാപത്തോട് പോരാടി ജീവിക്കാനുള്ള ദൈവകൃപ ദൈവം നിന്റെ അകത്താക്കാൻ പോകുക. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ അകത്താക്കാൻ പോകുക. ആ ദൈവകൃപയെ ദൈവം നിന്റെ അകത്താക്കാൻ പോകുക. ആ വിശുദ്ധിയെ ദൈവം നിന്റെ അകത്താക്കാൻ പോകുക. ആ ആത്മസാന്നിധ്യത്തെ ദൈവം നിന്റെ അകത്താക്കാൻ പോകുക. ദൈവകൃപ വ്യാപരിക്കണ്ട. ദൈവകൃപ വെളിപ്പെടുമ്പോ കൈവിടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇവിടെ കയറി പേരി വീരുന്നുള്ള നാദശബ്ദം കേൾക്കാൻ സമയമായി. കൈവിടപ്പെട്ടു പോകരുത്. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. പ്രാർത്ഥനയെ ശക്തിപ്പെടാ. വിശുദ്ധിയെ ജീവിക്കുക. ആത്മാവ് എരിവുള്ളവരെ മാറാ. വിശാന ഭവത്യം അഴിപ്പാനത്ര മനുഷ്യപുത്രം വന്നത്. ദൈവ സാന്നിധ്യം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദിനത്തെ ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബാബാ, ഇവരെ അനുഗ്രഹിക്കണമേ. ആ ഇരുട്ടിന്റെ കരങ്ങളെ ഇവരെ ആത്മീയത്തിൽ വളരാൻ വിടാതെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ആത്മീയ തീഷ്ണത അകത്തുണ്ടെങ്കിലോ അതിലേക്ക് ഇവരെ വളരാൻ വിടാതെ വേണം ഇവരെ പുറകോട്ട് വലിക്കുന്ന ദേശത്തിന്റെ അധികാരങ്ങളെ, ദേശത്തിന്റെ വാഴ്ചകളെ, ദേശത്തിന്റെ പോരുകളെ അങ്ങനെ അഭിഷേകത്തോടെ അങ്ങനെ അധികാരത്തോടെ പിതാവിന്റെ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബജീവിതത്തിൽ നിന്ന്, ഇവരുടെ തലമുറയിൽ നിന്ന്, ഈ ദൈവസഭയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ ശാസിക്കുന്നു. ഇന്ന് രാത്രി വലിയ വിടുത്, ഇന്ന് രാത്രികാലം വലിയ വിടുത്, ഇന്ന് രാത്രികാലം വലിയ വിടുത്, ഇന്ന് രാത്രികാലം ഒരു വലിയ വിടുത് ഇതിനകത്ത് സംഭവിക്കട്ടെ. പ്രാർത്ഥനയെ പോരാടാ, അഭിഷേകത്തെ പോരാടാ, കൃപയെ ശക്തിപ്പെടാ, ആത്മശക്തിനകത്ത് വ്യാപരിക്കട്ടെ. യുദ്ധങ്ങൾ ദൈവത്തെ പടചേർത്തവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ധീര പടയാളിയായി ആത്മാവിന്റെ പോർക്കളത്ത് പ്രാർത്ഥിച്ച് പോരാടി ഒരു ജയ ജീവിതം നയിപ്പാ ദൈവം നമുക്ക് കൃപ തരട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, hallelujah. ഇതുവരെയും കർത്താവായ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ, സഭകളുടെ അവസ്ഥകളെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആത്മനിറവിൽ ഹല്ലേലൂയ അവിടുത്തെ വചനം ദൈവശക്തിയായി നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മഞ്ഞ് പോലെ മഴ പോലെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവദാസനെ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇങ്ങനെയൊക്കെ അനുഗ്രഹമാക്കി തരുകട്ടെ. അല്ലെങ്കിൽ കടന്നു വന്ന ദൈവദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. ശരിയമായി ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവദാസനെ ദൈവം പിന്നെയും ശക്തമായി അനേകർക്ക് അനുഗ്രഹമായി
ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ച് ഹല്ലേലൂയ ഉപയോഗിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് എല്ലാവരെയും ദൈവം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. സ്നേഹസമ്പന്നനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടി ഇരുന്നുകൊണ്ട് സ്തോത്രം. അവിടുത്തെ അഭിഷിക്തനെ ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. ഇന്നലെയും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. എല്ലാറ്റിനും ഞങ്ങൾ ഏറ്റവും നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഐശ്വര്യമായി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ വിശുദ്ധ സഭായോഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പനെ അവിടുത്തെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് തന്നെ സകലമാനവും ഒത്തൊപ്പച്ചെടുക്കണമേ. കടന്നു വന്ന ജനത്തെ ദൈവം അനുഗ്രഹിച്ച് മടക്കി അയക്കണമേ. സകലതും അവിടുത്തെ പ്രിയവത്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ഇതുവരെയും ദൈവം നമ്മെ നടത്തി അത്ഭുതകരമായ വചനങ്ങളൊക്കെ തന്ന് ഹല്ലേലൂയ നടത്തിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും വന്നു ചേർന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേലും 4 അഭിഷക്തന്മാരുടെ മേലും ഇന്ന് വചനം സംസാരിച്ച കർത്താവിൻ്റെ അഭിഷക്തൻ ജോസ് പളുകൽ കർത്താവിൻ്റെ ദാസനോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നാളെ നമുക്ക് വിശുദ്ധ സഭാരാധന, കർത്തൃമേശ എല്ലാം ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. നാളെ 9 മണിക്ക് ഇവിടെ സ്നാന ശുശ്രൂഷയുണ്ടായിരിക്കും. സ്നാനപ്പെടുവാൻ ഇനിയും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ പിരിയാം.